ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മളിത് ഗ്രൂപ്പിൽ ഈ ഒരു മെയിനായിട്ടുള്ളൊരു ഈ വീക്കിൽ നടന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഞാനത് ഗ്രൂപ്പിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ ഇപ്പോൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാറില്ലായിരുന്നു, കാരണം നമ്മൾ ആവശ്യത്തിലധികം കണ്ടൻറ്റുകൾ നമ്മളുടെ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ലായിരുന്നു. ഇതിനകത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ഡയറക്ഷനും അവരുടെ മിസ്റ്റേക്കുകൾ മാത്രം തിരുത്തി പോകാറുള്ളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസ് നമ്മളുടെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 hour കയറി നോക്കാം. 1 hour കാണുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതൊരു കൺസോൾട്ടേഷനാണ്. കൺസോൾട്ടേഷൻ നമ്മൾ വൺസ് റിവേഴ്സൽ ആയി കഴിഞ്ഞപ്പോൾ ആ കൺസോൾട്ടേഷൻ എടുത്തു. സോ ഇതാണ് മാർക്കറ്റ് മേക്കേഴ്സ് ബൈ മോഡൽ എന്ന് പറയുന്നത്. മാർക്കറ്റ് മേക്കേഴ്സ് സെൽ മോഡലും ഉണ്ട്, ബൈ മോഡലും ഉണ്ട്. ഈ മാർക്കറ്റ് മേക്കേഴ്സ് ബൈ മോഡൽ, സെൽ മോഡൽ നമ്മൾക്ക് ഫ്രാക്റ്റലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഫ്രാക്റ്റലി നടക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസോൾട്ടേഷനാണ്, ഇതൊരു റിവേഴ്സലാണ്, ഇത് ആ ഒരു റിവേഴ്സൽ കൺസോൾട്ടേഷനെ എടുക്കുന്നൊരു സെറ്റപ്പാണ്. സോ ഇതിങ്ങനെ ഫ്രാക്റ്റലി നടന്നുകൊണ്ടിരിക്കും. അതിനെയാണ് മാർക്കറ്റ് മേക്കേഴ്സ് ബൈ മോഡൽ, സെൽ മോഡൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ, ഡെയിലിയിലല്ല വീക്കിലിയിൽ പോകും. വീക്കിലിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് എടുത്തു. അതുപോലെ തന്നെ മെയിൻ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് കഴിഞ്ഞ വീക്കിലെടുത്ത് വരുന്നു. ആ വീക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സ്വിങ് എടുത്തു. ഈ വീക്കിലി ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിങ് പോയിൻറ്റുകളാണ്. സോ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. വൺസ് അത് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വീക്കിലി ഹൈ എടുത്തു കഴിഞ്ഞാണ് ഈ പുൾ ബാക്ക് ഉണ്ടായത്, ഈ ഒരു വീക്കിലി ഹൈ എടുത്തു കഴിഞ്ഞാണ് ഈ ഒരു പുൾ ബാക്ക് ഉണ്ടായത്. സോ ഇങ്ങനത്തെ സ്വിങ്ങുകൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സ്വിങ് എടുത്തു കഴിഞ്ഞപ്പോൾ പുൾ ബാക്ക് ഉണ്ടായി, ഈ ഒരു സ്വിങ് എടുത്തു കഴിഞ്ഞപ്പോൾ പുൾ ബാക്ക് ഉണ്ടായി. സോ ഇങ്ങനത്തെ സ്വിങ്ങുകൾ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യും. സോ ഇവിടെ ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, കാരണം നമ്മൾ വീക്കിലി ലോസ് എടുത്തു. സോ വീക്കിലി ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബെയറിഷാണ്. ബെയറിഷ് എടുത്തു കഴിഞ്ഞാൽ മെയിൻ പുൾ ബാക്ക് വരേണ്ട സാധ്യതയുള്ള ഏരിയകളാണ് നമ്മളുടെ ഡെയിലി FEG. ഡെയിലി FEG ഉണ്ട്, പ്രീവിയസ് ഡേയ്സ് ഹൈ ഉണ്ട്. സോ നമ്മളുടെ 1 hourലേക്ക് പോയി നോക്കുകയാണെങ്കിൽ, വൺസ് ഇവിടെ ഒരു ബ്രേക്ക് വന്നു കഴിയുമ്പോഴാണ് എനിക്കിതൊരു കൺസോൾട്ടേഷനായിട്ട് കാണാനും മാർക്കറ്റ് മേക്കേഴ്സ് ബൈ മോഡൽ പ്ലേ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ലോ എടുത്തു. സോ നമ്മളുടെ ലോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പ്രൈസ് ആക്ഷനാണ് ഈ കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൺസ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്കിൽ ഈ ഒരു ബെയറിഷ് ട്രെൻഡ് വരാൻ സാധ്യത ഉള്ളതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്തത്. സോ നിങ്ങൾക്ക് കാണാം, ഈ ഒരു മെയിൻ ലിക്വിഡിറ്റി പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പുൾ ബാക്ക് ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഏത് വീഡിയോ എന്ന് ചോദിക്കരുത്, ഏതോ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് മേക്കേഴ്സ് ബൈ മോഡൽ, സെൽ മോഡൽ എന്താണെന്നുള്ള കാര്യം. സോ നമ്മളുടെ കഴിഞ്ഞ വീക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ അല്ലല്ലോ, ഇവിടെ നമ്മുടെ ഏഷ്യ ഇപ്പം നാട്ടിൽ ട്രെൻഡിങ് ആയി. നമ്മൾ ICT ട്രെൻഡ് ചെയ്തത് തൊട്ട് തന്നെ ഇപ്പോൾ ഏഷ്യൻ ട്രെൻഡിങ് ആണ് നാട്ടിൽ. വളരെ സന്തോഷം. എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഏഷ്യ പ്ലേ ചെയ്തത് നോക്കുകയാണെങ്കിൽ, ഏഷ്യയുടെ ഇതെന്ത് പ്ലേ ആണെന്നുള്ള കാര്യം ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. എൻ്റെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ളത്. അത് മതി എനിക്ക്. പുതിയ ആൾക്കാർക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് കാണാം. പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാണ്ട് വേറൊന്നും ഇല്ല ഇതിനകത്ത്. ഞാൻ അവർക്ക് പ്രത്യേകം ക്ലാസ്സുകളൊന്നും എടുക്കാറില്ല. സോ വൺസ് നമ്മൾ ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞപ്പം, ഇത് ഞാൻ ലണ്ടൻ ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന മിഡ് നൈറ്റ് ഓപ്പൺ ആണ്. സോ ഞാനത് അങ്ങനെ ഇതിനകത്തും കൊടുത്താണ്. എൻ്റെ വേറൊരു സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ നോക്കുന്നതാണ് ആ ഒരു മിഡ് നൈറ്റ് ഓപ്പൺ. സോ അതങ്ങനെ കൊടുത്താണ്. സോ മിഡ് നൈറ്റ് ഓപ്പണാണ്. മിഡ് നൈറ്റ് ഓപ്പണിൽ ഇപ്പം ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഏഷ്യൻ ലോ എടുത്തു കഴിഞ്ഞ് ഈ ഒരു മിഡ് നൈറ്റ് ഓപ്പണിൻ്റെ ഹൈ എടുത്തു കഴിഞ്ഞ് അവിടുന്ന് റിവേഴ്സലായി. ഞാൻ ഈ മിഡ് നൈറ്റ് ഓപ്പണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഗ്രൂപ്പിൽ. അതിനെക്കുറിച്ചുള്ള ഓഡിയോസ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ
ഇപ്പം ആ ഹൈ എടുത്തു കഴിഞ്ഞ് താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ടാവും. നോക്കാം, 1 hour പോയി നോക്കാം, ചിലപ്പം ഉണ്ടാവും, അറിയില്ല. ഇല്ല, FEG ഫോം ചെയ്തിട്ടില്ല. ഇവിടെ ഒരു OB ഉണ്ട്, ആ OB ആണ് മെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. സോ OBയിൽ ഇപ്പം ഈ മെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പുൾ ബാക്കിനെയാണ് പറയുന്നത്. ഈ പുൾ ബാക്ക് മെഡിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ ഈ ഹെഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഹെഡ്ജ് ചെയ്യുന്ന ആൾക്കാരുടെ 2 പൊസിഷനുകൾ അവർ ബൈയും സെല്ലും ഓപ്പൺ ആക്കുകയാണെങ്കിൽ അവരുടെ ഒരു പൊസിഷനായിരിക്കും നമ്മളുടെ ഇതിലേക്ക് വരുന്നത്, പ്രോഫിറ്റിലേക്ക് വരുന്നത്. നെക്സ്റ്റ് പുൾ ബാക്കിൽ അവരുടെ ആ പ്രൈസ് എൻ്റർ പ്രൈസിലേക്ക് വരുമ്പം അവരുടെ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ലോസ് അവർ ക്ലോസ് ചെയ്യും. മെഡിക്കേറ്റ് ചെയ്ത് പ്രോഫിറ്റ് നേരത്തെ എടുത്തതിൻ്റെ കഴിഞ്ഞുള്ള ലോസ് അവർ ക്ലോസ് ചെയ്യുന്നതിനാണ് ഈ മെഡിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉള്ളത്. സോ വൺസ് ഈ OBയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞ് OB വരാൻ കാരണം ഇവിടെ FEG വരാതിരിക്കാനുള്ള കാരണം ഈ ഒരു പുൾ ബാക്കാണ്. ഈ ഒരു പുൾ ബാക്ക് ഉള്ളതുകൊണ്ടാണ് അവിടെ FEG വരാതിരുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ FEG ഉണ്ടാവും. കാരണം ഇത്രയും വലിയൊരു ഡ്രോപ്പാണത്. അതിനകത്ത് എന്തായാലും FEGs ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് FEGs ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ഡ്രോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് FEG ഇല്ലാത്തത്. സോ വൺസ് എനിക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇരുന്നാൽ തന്നെ അതിൻ്റെ മെയിൻ കാര്യങ്ങളുള്ളിലുണ്ടോ എന്നുള്ളത്, ഹയർ ടൈം ഫ്രെയിമിലുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും. സോ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രേക്കോ സ്ട്രക്ചർ വന്നു കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ബ്രേക്കർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്കറിൻ്റെ വിക്കുകളിലാണ് വന്ന് പ്രൈസ് റിയാക്ട് ചെയ്തത്. സോ വിക്കുകളിൽ പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാ വിക്കിലും പ്രൈസ് റിയാക്ട് ചെയ്യുന്ന കാര്യമില്ല. സോ വൺസ് വിക്കിൽ റിയാക്ട് ചെയ്യാൻ കാരണം ഇവിടെ ഒരു സ്വിങ് പോയിൻ്റ് ഉണ്ട്, ആ സ്വിങ് സ്വീപ്പ് ചെയ്തു, പിന്നീട് ഈ ഒരു വിക്കിൽ റിയാക്ട് ചെയ്ത്. കാരണം ഇവിടെ ഒരു സ്വിങ് പോയിൻ്റ് മെയിൻ ലിക്വിഡിറ്റികളിലാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ജസ്റ്റ് ഒരു നിഴൽവട്ടം മതി. സോ മാക്സിമം ഉള്ള സാധനങ്ങൾ ഇവിടെ അത് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഹെവി ഡ്രോപ്പിലേക്ക് വരികയാണ്. കാരണം ഇത്രയും കൺസോൾട്ടേഷനിൽ നിന്ന് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നെക്സ്റ്റ് എയിം പോയിൻ്റ് എന്ന് പറയുന്ന ഇതാണ്. ഇതെടുക്കുന്നിടം വരെ പ്രൈസിന് വലിയൊരു റിട്രേസ്മെൻറ്റ് മേളിലേക്ക് വരേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി എല്ലാ പരിപാടിയും കഴിഞ്ഞ ദിവസം. സോ പ്രൈസ് അവിടെ നിന്ന് സ്വീപ്പ് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്ന് അത് കഴിഞ്ഞ് തന്നെ പിറ്റേ ദിവസം നോക്കുകയാണെങ്കിൽ 18-23 എല്ലാം ന്യൂയോർക്ക് ടൈമാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, UTC -4, അതിനിപ്പം -5 ആവും. ഓക്കെ, പിറ്റേ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഏഷ്യൻ സ്വീപ്പ് എൻട്രി നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യൻ സ്വീപ്പ് എൻട്രി മാത്രമാണ് ട്രെൻഡിങ്ങിൽ പോകുന്നത്. ഏഷ്യയുടെ പല സെറ്റപ്പുകളുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ട്രെൻഡിങ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം പ്രീവിയസ് ഡേ ലോ എടുത്തു, അതുപോലെ തന്നെ ഏഷ്യൻ ലോ എടുത്തു കഴിഞ്ഞുള്ള പുൾ ബാക്കാണ് നമ്മളുടെ ലണ്ടനിൽ വന്നേക്കുന്നത്. ഏത് ടൈമിലാണെന്ന് നോക്കണം. 3 o'clock കറക്റ്റ് 3 o'clock സ്വിങ് ഇവിടെ ഫോം ചെയ്തു. അത് ഇതുകൊണ്ടാണ്, ബൈയിങ് സെല്ലിങ് പ്രഷർ കൊണ്ടല്ല. ഇത് എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഡെലിവറിയാണ് ഈ കാണുന്നതെല്ലാം. ഇത് വിശ്വസിക്കില്ല ആരും, കാരണം ഇവർക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അവരെന്നത് മനസ്സിലാക്കുന്നു അന്ന് അവർ മനസ്സിലാക്കും. ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം FEG ഉണ്ടാവും. നമുക്ക് പോയി നോക്കാം. ഒരു 1 hour FEG ഉണ്ട്. ആ 1 hour FEGയിലേക്ക് പ്രൈസ് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ ഹൈ എടുത്തു. അതുപോലെ തന്നെ ലണ്ടൻ്റെ ഹൈ എടുത്തു. ഇതൊരു സ്വിങ് പോയിൻ്റാണ് ലണ്ടൻ്റെ. സോ ആ സ്വിങ് എടുത്തു. ന്യൂയോർക്ക് അവിടെ നിന്ന് റിവേഴ്സലായി. 50 minute ന്യൂയോർക്ക് അവിടെ നിന്ന് റിവേഴ്സലായി ഡ്രോപ്പ് ചെയ്തു. അന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മളുടെ ലോ എടുത്ത് ലണ്ടൻ ലോ എടുത്തു. ബെയറിഷാണ്, നമ്മൾ ഈസി ബെയറിഷാണ്. ബെയറിഷ് എൻട്രീസ് നോക്കുക. ഓക്കെ, ഏഷ്യൻ സ്വീപ്പ് എൻട്രി സെറ്റപ്പുകളിൽ ഇത് നോക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെറ്റപ്പ് അതാണ്. വൺസ് നിങ്ങൾക്കൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കുക. വേറെ എന്ത് ചെയ്തോ എന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. വാട്ട് പ്രൈസ് ഡൂയിങ് അറ്റ് ദ ടൈം. ഏഷ്യൻ ലോ എടുത്തു, ഏഷ്യൻ ഹൈ എടുത്തതെന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ ഹൈക്കകത്തുള്ള മെയിൻ സ്വിങ് പോയിൻ്റാണ് എടുത്തേക്കുന്നത്. ഇതെടുത്തിട്ടില്ല. സോ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് 18-23 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും.
ഞാൻ വെറുതെ വളവള അടിക്കുന്നതല്ല. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രൈസ് ആക്ഷന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഹൈബോ എടുത്തേക്കുന്ന കാണാം. കറക്റ്റ് 18 to 23 ആ ഒരു സാധനം ട്രെൻഡ് ചെയ്യും. ഇപ്പം ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് 18 to 23 ഈ ഒരു സാധനം ട്രെൻഡ് ചെയ്തേക്കുന്നത് 18 to 20. ഏഷ്യ നിങ്ങൾ ട്രേഡ് ചെയ്യാനാണെങ്കിൽ ആ ടൈമിൽ പോയിരിക്കണം, അല്ലെങ്കിൽ പണി പാളും. കാരണം എനിക്കറിയാം, ഞാൻ ഇരുന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഏഷ്യയുടെ ടൈമിങ് അതാണ്. ആ ഒരു ടൈമിലാണ് മെയിൻ കളികൾ വരുന്നത്. സോ സ്വീപ്പ് ചെയ്തു, താഴേക്ക് പൊട്ടി, ഇവിടുന്ന് FEG മെഡിഗേറ്റ് ചെയ്തു. ആ ഒരു ബെയറിഷ് കണ്ടിന്യൂഷനിൽ ഇവിടെ ഒരു FEG ഫോം ചെയ്തു. ആ FEGയിൽ മെഡിഗേറ്റ് ചെയ്തു, പ്രൈസ് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. സോ ഹയർ ടൈം ഫ്രെയിമിൽ അവിടെ FEGs ഉണ്ടോ നോക്കാം. FEGs ഉണ്ട്, പക്ഷെ മെഡിഗേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഹെവി ഡ്രോപ്പായിരുന്നു സാധനം, അതുപോലെ തന്നെ പോയി താഴേക്ക്. കണ്ടോ, ഈ ഒരു FEGയിലേക്ക് പ്രൈസ് വരുന്നില്ല, കാരണം ഹെവി ഡ്രോപ്പായിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുത്തേക്കാണ്. സോ മേജർ ലിക്വിഡിറ്റി, സെഷൻ ഹൈസ് ആൻഡ് ലോസ്, ലിക്വിഡിറ്റി മാൻ, അതെടുത്തു താഴേക്ക് പോയി. അത് മതി, ധാരാളം. സോ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മെയിൻ വീക്കിലി എയിം കഴിഞ്ഞു. വീക്കിലിയുടെ പരിപാടി കഴിഞ്ഞു. വീക്കിലി പരിപാടി ബുധനാഴ്ച കഴിഞ്ഞു. പിന്നീട് വ്യാഴാഴ്ച, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ റിവേഴ്സൽസ് ഉണ്ടാവും. മെയിൻ റിവേഴ്സൽസ്. ഓക്കെ, എന്നും ഉണ്ടാവണമെന്ന് പറയരുത്. എന്നും ഉണ്ടാവണമെന്ന് പറയരുത്. ഇപ്പം തിങ്കളാഴ്ച ചിലപ്പോൾ ഒരു ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ലോ ഫോം ചെയ്യും. ഓക്കെ, ഫുള്ള് ട്രെൻഡിങ് ആയിരിക്കും. അല്ലെങ്കിൽ ബുധൻ, വ്യാഴം, വെള്ളി, അല്ല ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, അല്ല ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ റിവേഴ്സൽസ് ഉണ്ടാവും. സോ ഈ സാധനം നോട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്വിങ് സ്വീപ്പ് ചെയ്തു. മന്ത്ലി സ്വിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മന്ത്ലി സ്വിങ് സ്വീപ്പ് ചെയ്തു. മന്ത്ലി സ്വിങ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ 18 to 23. 18 to 23 നിങ്ങൾ എന്താണ് ഈ കാണുന്നത്? ട്രെൻഡിങ് ആണ് കാണുന്നത്. ബുള്ളിഷ് പോയി, ബെയറിഷ് ആണ്, ട്രെൻഡിങ്. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ചെറിയ ടൈമിൽ ഇത്രയും വലിയ ഇത്രയും ചെറിയ മൊമെൻ്റാണ് ഇത്രയും സാധനങ്ങളിനകത്ത് നടക്കുന്നതെന്നുള്ളത്. ഏഷ്യ ട്രേഡ് ചെയ്യാനിരിക്കുന്നവർക്ക് ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റിലോട്ട് ഇറങ്ങിയിട്ട് കിട്ടില്ല. ബ്രേക്കർ എൻട്രീസ് ആണ്. ഇതേ ബ്രേക്കർ ഫോം ചെയ്തേക്ക് നോക്ക്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവർ ബ്രേക്കർ സ്ട്രക്ചറിൽ നിങ്ങൾ പ്രൈസ് എടുക്കുകയാണെന്ന് വെച്ചോ, ബ്രേക്കിൽ തന്നെ പ്രൈസ് പൊട്ടിക്കുകയെന്ന് വെച്ചോ, ഇവിടെ ഇപ്പം ഹൈയിൽ എടുക്കുകയെന്ന് വെച്ചോ, ഈസി 1:3 റേഞ്ച് ഉണ്ടത് 1 മിനിറ്റിൽ. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്കർ സ്ട്രക്ചർ ഉണ്ട്, FEG ഉണ്ട്, കിട്ടില്ല, ഡ്രോപ്പ് ഉണ്ട്, ലോ എടുക്കാം. ബട്ട് നിങ്ങൾക്ക് ഏഷ്യ എങ്ങനെ ട്രേഡ് ചെയ്യുന്നതെന്ന് അറിയണം. ഏഷ്യയിൽ ഇരിക്കണം. ഏഷ്യ രാവിലെ നമ്മുടെ അവിടെ വെളുപ്പിനെയാണ്. സോ അത് മനസ്സിലാക്കുക. ഈ ചെറിയ ഒരു മൊമെൻറ്റ് മതി നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ സ്വീപ്പ് ചെയ്തു. ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്തു. 1, 2, 3 വട്ടം സ്വീപ്പ് ചെയ്തു. ഓക്കെ, 3 വട്ടം സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് പ്രൈസ് ഇവിടുന്ന് ബ്രേക്ക് വന്ന് FEGയിൽ കിടില്ല മെഡിയേഷൻ. ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. 1 ഹവറിൽ ഇവിടെ FEG ഉണ്ടാവും. ആ FEG ഫോം ചെയ്തു. ഇവിടെ ഒരു 1 ഹവർ FEG ഉണ്ടാവും, അതെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ അക്യുമുലേഷൻ, റീഅക്യുമുലേഷൻ, പിന്നീട് സ്മാർട്ട് മണി റിവേഴ്സൽ. ഇതാണ് സ്മാർട്ട് മണി റിവേഴ്സൽ എന്ന് പറയുന്നത്. സ്മാർട്ട് മണി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടാണ് ICTയുടെ ഒരു ഇത് വരുന്നത്. അപ്പം ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഇങ്ങനത്തെ ഓരോ വാക്കുകളുടെ പുറത്തു നിന്നാണ്. സോ ഇതാണ് ആദ്യത്തെ സ്മാർട്ട് മണി റിവേഴ്സൽ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വൺസ് നമ്മുടെ കൺസോൾട്ടേഷൻ തുടങ്ങിയിടത്ത് പോകും. കൺസോൾട്ടേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. പ്രൈസ് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ, എക്സ്പാൻഷൻ, റിവേഴ്സൽസ്, ഈ കാര്യങ്ങളാണ്. ഓക്കെ, അല്ലാണ്ട് വേറൊന്നും പ്രൈസ് ചെയ്യില്ല. അപ്പം വൺസ് നമ്മളുടെ ഈ പരിപാടി ഇവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഫുൾ ബാക്ക് ചെയ്യും. വേറൊന്നും ചെയ്യാനില്ല പ്രൈസിന്. സോ ഇത്രയും ഹൈയിലേക്ക് പോയ സാധനം നമ്മളിപ്പം നമ്മുടെ 1 ഹവർ FEG ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഉണ്ട് 1 ഹവർ FEG ഉണ്ട് എന്ന് അവിടെ പറഞ്ഞു, ഉണ്ട് പ്രൈസ്. ഇപ്പം ഇതൊരു ബ്രേക്കറാണ്, പക്ഷേ ആ ബ്രേക്കറിലേക്ക് പ്രൈസ് വന്നിട്ടില്ല. അത്രയ്ക്ക് അഗ്രസീവായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ലിക്വിഡിറ്റീസ് ഇതെല്ലാം സ്വീപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു 1 ഹവർ FEG ഉണ്ട്. സോ അതാണ് ഈ ബ്രേക്കറിലേക്ക് പ്രൈസ് വരാഞ്ഞത്. ഇതൊരു ബ്രേക്കറാണ്. ഓക്കെ, ഫസ്റ്റ് സ്വീപ്പ് കഴിഞ്ഞ് താഴേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ തൊട്ട് എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം പറഞ്ഞില്ലല്ലോ, ഈ ദിവസം
18 to 23. നിങ്ങൾക്ക് വേറൊരു ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇപ്പം ഡെയിലിയിലൊരു ട്രേഡ് ചെയ്യുന്നവർക്ക് അവരുടെ സെറ്റപ്പ് ഇതിനകത്ത് തന്നെ ഫോം ചെയ്യാം. ഈ ഒരു ഹയർ ടൈം ഫ്രെയിമോ മാർക്കറ്റ് മേക്കേഴ്സ് ബൈ മോഡലോ ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ഇത് ബുള്ളിഷാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു 2 സെഷൻ്റെ ആവശ്യമുള്ളൂ ന്യൂയോർക്കിലിരിക്കാൻ. ഈ ഒരു ഒറ്റ സെഷൻ്റെ ആവശ്യമുള്ളൂ എന്താണ് ഇത് ചെയ്യാൻ. ഈ പഴയ പ്രൈസ് ആക്ഷൻ്റെ ഒരൊറ്റ സെഷൻ്റെ ആവശ്യമുള്ളൂ ഏഷ്യ ട്രേഡ് ചെയ്യാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. സോ ഏഷ്യ കഴിഞ്ഞു. അതിൻ്റെ എന്ത് പരിപാടിയായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഞാനിനി പറയില്ല, നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, നോട്ട് എഴുതുക. അതിനകത്താണ് കാര്യം. സംഭവം പരിപാടി കഴിഞ്ഞ് കൺസൾട്ടേഷൻ എടുത്തു, പ്രൈസ് ബുൾ ബാക്ക് ചെയ്തു ന്യൂയോർക്കിൽ. ഇത് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂയോർക്കിൽ ഇത് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു ഈസി ആയിട്ട്. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു കൺസൾട്ടേഷൻ റിവേഴ്സൽ മാർക്കറ്റ് മേക്കേഴ്സ് സെൽ മോഡലാണിത്. സോ പരിപാടി അവിടെ കഴിഞ്ഞു. യെസ്, കഥം. അപ്പം ഇതാണ് സംഭവം. ഇത്രയും പരിപാടിയാണ് കഴിഞ്ഞ വീക്കിൽ നടന്നത്. നമ്മളിത് നോട്ട് എഴുതി ജേണൽ ചെയ്ത് പോയാലേ ഈ സാധനം ഇതുപോലെ റീഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഈ സാധനം ഇതിന് മുന്നേ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ എന്താണ് പാട്? ഒരു പാടുമില്ല. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമെന്ന് പറയാൻ ഒരു പാടുമില്ല. എന്ത് പാടാണ് ഇതിനകത്ത്? അത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കുറവുകൊണ്ടാണ്. നിങ്ങൾക്കത് കിട്ടും. അത് ജേണൽ ചെയ്താലേ കിട്ടുള്ളൂ. ഇതിവിടെ ഇങ്ങോട്ട് പറയാൻ എന്ത് പാടാണ്? ഒരു പാടില്ല. അത് ഈ ഒരു ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇങ്ങനൊരു ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾ എങ്ങനെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനാ? ഇത് വെക്കുന്നതിന് തന്നെ ഒരു വ്യൂ ഉണ്ട്. ഇങ്ങനെ വെക്കണം സാധനം. ഇങ്ങനെ ഇരുന്നാലേ നിങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്നൊരു വൈഡ് റേഞ്ച് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പോയിട്ട് 1 മിനിറ്റിലോട്ട് കയറും ടീമുകൾ. എന്നിട്ട് ഇങ്ങനൊരു ഏത് കൊല്ലത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ഒരു പിടിയില്ലാണ്ട് കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് നടക്കാനാ? ഒന്നും നടക്കാനില്ല. എന്നിട്ട് 1 മിനിറ്റ് ഇതൊക്കെ ഭയങ്കര റേഞ്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തെ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം പറയാനുണ്ടായിരുന്നത്. അപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അടുത്ത വീക്ക് അടിപൊളിയാവട്ടെ എന്ന് പറയുന്നു. See you guys in next video. Stay safe. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking bitches straight for another cat.